നമുക്കൊരു പരാതി കിട്ടിയതുകൊണ്ട് നമുക്ക് അത് ബന്ധപ്പെട്ട ഒരു കേസ് തൃശ്ശൂർ സിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇൻസൾട്ടിങ് മോഡസ്റ്റി ഓഫ് എ വിമൻ, റിവീലിംഗ് ഐഡൻറ്റിറ്റി ഓഫ് ദ വിക്ടിം, അങ്ങനത്തെയുള്ള സെക്ഷൻസ്, അതിൻ്റെ കൂടെ തന്നെ IT ആക്ടുള്ള സെക്ഷൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് ഒരു സ്പെഷ്യൽ സംഘത്തെ നമ്മൾ നിയമിച്ചിട്ട് ഒരു ഇംപാർഷ്യലും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക്, വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക്, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാർക്ക് ആർക്കാണ് അതെല്ലാം നോക്കിയിട്ട് അത് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ലീഗൽ നടപടികൾ എടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുവരെ 130ൻ്റെ മേളിൽ ലിങ്ക്സ് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വീഡിയോസ് പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് അറിയാതെ കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടാകും. ഞാൻ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുവാണ്, ഇപ്പോൾ തന്നെ പെട്ടെന്ന് അത് എല്ലാ ആ റിക്വസ്റ്റ് ആ വീഡിയോസ് അവർ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് അത് ടേക്ക് ഡൗൺ ചെയ്യേണ്ടതാണ്. അത് ബന്ധപ്പെട്ട് അത് നടത്തില്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ലീഗൽ നടപടികളും പിന്നെ അതിൻ്റെ കൂടെ എടുക്കുന്ന ബാക്കി എല്ലാ ലീഗൽ ആക്ഷൻസ് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ച് ആണോ അന്വേഷിക്കുന്നത്? അവർ കൈമാറി നമുക്കത് ഇതുവരെ നമ്മളത് ടീം എന്താണ് ഇത് പറയത്തില്ല. നമുക്ക് കൃത്യമായിട്ട് അത് ഇൻവെസ്റ്റിഗേഷൻ, ഒരു ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ വേണ്ടി നമ്മൾ ടീമിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം വി ആർ കീപ്പിംഗ് ഇറ്റ് കോൺഫിഡൻഷ്യൽ. വീഡിയോ നിർമ്മിച്ചതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടെന്ന് കണക്കുകൂട്ടുന്നു? അതും നമ്മൾ ഇപ്പോൾ താത്കാലിക പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയാണ്. അത് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. സാർ, ഈ കേസിലെ പ്രതി മാർട്ടിൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ടോ ജയിലെത്തി മറ്റോ? ഇത് ഈ വീഡിയോയുടെ നമ്മൾ എല്ലാ ട്രൂത്ത്നെസ് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അറസ്റ്റും ബാക്കിയെല്ലാം ചോദ്യം എല്ലാം ചെയ്യേണ്ടി വരും. ജയിലിലെത്തി ചോദ്യം ചെയ്യാം. യെസ്, ഇറ്റ് വിൽ ബി. താങ്ക് യു.